ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബേസിസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വെക്റ്റേഴ്സ് എന്താണെന്നും സ്പാനിങ് വെക്റ്റേഴ്സ് എന്താണെന്നും പഠിച്ചു. ആ രണ്ടെണ്ണം കൂടെ ചേരുന്നതിനെ വിളിക്കുന്നതാണ് ബേസിസ്. അതായത് വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് എടുത്താൽ ആ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ ഒരു സബ്സെറ്റ്, ആ സബ്സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആ സബ്സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുമുണ്ടെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ബേസിസ്. ദറ്റ് ഈസ് എ ബേസിസ് ഫോർ വി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഓഫ് വി വിച്ച് സ്പാൻസ് ദ സ്പേസ് വി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു വെക്റ്റർ സ്പേസ് എടുത്താൽ ആ വെക്റ്റർ സ്പേസിൽ ഒരു സബ്സെറ്റ് എടുത്തു, സബ്സ്പേസ് അല്ല സബ്സെറ്റ് എടുത്തു. ആ സബ്സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആ സബ്സെറ്റ് വിയെ സ്പാൻ ചെയ്യുന്നുമുണ്ടെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ബേസിസ്. അതായത് ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിനെ ഈ സബ്സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ഞാൻ ഡെഫിനിഷനായിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. ഏത് വെക്റ്റർ എടുത്താലും ആ വെക്റ്ററിനെ V1 V2 എക്സെട്ര Vn എന്ന് പറയുന്ന സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അത് ഒരു വേയിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടേക്കുന്നത്. കാരണം രണ്ട് വേയിൽ എഴുതാമെങ്കിൽ V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആൽഫ 1 V1 പ്ലസ് ആൽഫ 2 V2 പ്ലസ് എക്സെട്ര ആൽഫ n Vn ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഓൾ ആൽഫ I ഈക്വൽ ടു 0 എന്നാണ്. അതിനുവേണ്ടി ഇവിടെ നമ്മൾ സപ്പോസ് ദാറ്റ് there exists two way to represent V as a linear combination of V1 V2 etc. Vn. Suppose first one is V equal to alpha 1 V1 plus alpha 2 V2 etc. alpha n Vn, and V equal to the other way is V equal to beta 1 V1 beta 2 V2 etc. beta n Vn. നമുക്കപ്പോൾ എന്തെഴുതാം? V alpha 1 minus beta 1 V1 plus alpha 2 minus beta 2 V2 plus etc. alpha n minus beta n Vn equal to 0 എന്ന് എഴുതി നോക്കാം. എന്താണ് V1 V2 എക്സെട്ര Vn ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ആൽഫ 1 മൈനസ് ബീറ്റ 1 0 ആകണം, ആൽഫ 2 മൈനസ് ബീറ്റ 2 0 ആകണം, ആൽഫ n മൈനസ് ബീറ്റ n 0 ആയിരിക്കണം. ദറ്റ് ഈസ് ആൽഫ I മൈനസ് ബീറ്റ I 0 ആകണം. ദാറ്റ് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു ബീറ്റ I. അപ്പം V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണെങ്കിൽ എനി വെക്റ്റർ എടുത്താലും ആ വെക്റ്ററിനെ ഒരു ഫോമിലേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് തിയറിയാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ മതി. ബേസിസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. ബേസിസ് എന്താണ്? എ ബേസിസ് ഫോർ വി ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എസ് ഓഫ് വെക്റ്റേഴ്സ് ഓഫ് വി വിച്ച് സ്പാൻസ് ദ സ്പേസ് വി. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആർ സ്ക്വയർ എന്ന് പറയുന്ന സ്പേസ് എടുത്തു. ആർ സ്ക്വയർ എന്ന് പറയുന്ന സ്പേസ് എടുത്താൽ അതിൻ്റെ ബേസിസിനകത്ത് രണ്ട് വെക്റ്റേഴ്സേ വരുള്ളൂ. ആർ സ്ക്വയർ എന്ന് പറയുന്ന സ്പേസ് എടുത്താൽ അതിൻ്റെ ബേസിനകത്ത് എത്ര വെക്റ്റേഴ്സ് വരണം? 2 വെക്റ്റേഴ്സ് വരണം. ഇപ്പോൾ ലെറ്റ് എസ് ഈക്വൽ ടു 1 0 0 1. നിങ്ങൾക്കറിയാം 1 0 0 1ൻ്റെ പ്രത്യേകത എന്താണ്? ജനറൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആണല്ലേ. അപ്പം എസ് ഈക്വൽ ടു 1 0 0 1 എടുത്താൽ ക്ലിയർലി എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ആർ സ്ക്വയറിനെ സ്പാൻ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് വെക്റ്റർ എടുത്താലും ആ വെക്റ്റർ എന്ന് പറയുന്നത് എന്തിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം? 1 0യുടെയും 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഏത് വെക്റ്റർ എടുത്താലും ആ സ്ക്വയറിലെ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിനെ എങ്ങനെ എഴുതാം? 1 0യുടെയും 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പം 1 0 0 1 എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന സെറ്റ് എന്തായി മാറും? ഒരു ബേസിസായി മാറും. ആ ബേസിസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ് 1 0 0 1 എന്ന് പറയുന്ന ബേസിസിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ലെറ്റ് പി ഈക്വൽ ടു 1 2 1 3. 1 2 1 3യുടെ പ്രത്യേകത എന്താണ്? 1 2 1 3 എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. അത് ആർ സ്ക്വയറിനെ സ്പാൻ ചെയ്യുന്നുമുണ്ട്. കാരണം ഏത് വെക്റ്റർ എടുത്താലും നിങ്ങൾക്ക് 1 2 1 3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പം 1 2 1 3 എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
അതിനർത്ഥം എന്താണ്? 1 2 1 3 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്, സ്പാൻ ചെയ്യുന്നുമുണ്ട്. സോ ആർ സ്ക്വയറിൻ്റെ മറ്റൊരു ബേസിസ് ആയിട്ട് ഏതിനെ എഴുതാം? 1 2 1 3 എഴുതാം. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ ഒരു ബേസിസ് ഏതാണ്? 1 0 0 1ഉം മറ്റൊരു ബേസിസ് എന്താണ്? 1 2 1 3യുമാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു വെക്റ്റർ സ്പേസ് എടുത്താൽ നമുക്ക് ഒരു ബേസിസ് അല്ല കിട്ടുന്നത്, മോർ ദാൻ 1 ബേസിസ് എഴുതാം. പക്ഷേ അടുത്ത് ക്യൂ എന്ന് പറയുന്ന അടുത്തൊരെണ്ണം എടുത്തിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന 1 0 0 1 1 1. പക്ഷേ 1 0 0 1 1 1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, കാരണം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ക്യൂ എന്ന് പറയുന്നത് ആർ സ്ക്വയറിനെ സ്പാൻ ചെയ്യും. ആർ സ്ക്വയറിലെ എലമെൻ്റ് എടുത്താൽ ക്യൂ എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ആർ സ്ക്വയറിനെ സ്പാൻ ചെയ്യും, പക്ഷേ ക്യൂ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയത് കാരണം അതൊരിക്കലും ബേസിസ് ആയിട്ട് ഫോം ചെയ്യുകയില്ല. അതുമല്ല, ഒരു ബേസ് ആർ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ബേസിസിൽ എത്ര എലമെൻസേ ഉണ്ടാവുള്ളൂ? 2 എലമെൻസേ ഉള്ളൂ. ഇവിടെ 3 എലമെൻസ് ഉണ്ട്. അപ്പോൾ 2 എലമെൻസ് ഉള്ളതിനെ മാത്രമേ എന്തായിട്ട് പറ്റുള്ളൂ? ആർ സ്ക്വയറിൻ്റെ ബേസിസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ആ സ്പേസിനെ സ്പാൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബേസിസ്. ഇപ്പോൾ ഡെഫിനേഷനായിട്ട് നമുക്ക് ചെറുതായിട്ട് എഴുതാം. എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് n വെക്ടേഴ്സ് ഇൻ r⁴n ഈസ് എ ബേസിസ് ഫോർ r⁴n. എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് n വെക്ടേഴ്സ്, n വെക്ടേഴ്സിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് r⁴ൻ്റെ ബേസിസ് എന്ന്. അപ്പോൾ r⁴ൻ്റെ ബേസിനകത്ത് എത്ര വെക്ടേഴ്സ് ഉണ്ടാവും? n വെക്ടേഴ്സ് ഉണ്ടാകും. ദെൻ എനി 2 ബേസിസ് ഓഫ് വെക്ടർ സ്പേസ് V കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് വെക്ടേഴ്സ്. അതായത് ഒരു വെക്ടർ സ്പേസിന് ഒരു ബേസിസ് അല്ല ഉള്ളത്, മോർ ദാൻ 1 ബേസിസ് ഉണ്ടാവും. പക്ഷേ ബേസിസിലെ എലമെൻസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഒരു വെക്ടർ സ്പേസിന് മോർ ദാൻ 1 ബേസിസ് ഉണ്ടാകും, പക്ഷേ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ആർ ഈക്വൽ. ദെൻ ദീസ് നമ്പർ ഈസ് കോൾഡ് ഡയമെൻഷൻ ഓഫ് V. ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് ഈസ് ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ എ ബേസിസ്. ദ ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് ഈസ് ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ എ ബേസിസ്. ഒരു ബേസിസിലുള്ള നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻ. ആ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ DIM, ഡയമെൻഷൻ ഓഫ് V കണ്ടോ, ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നു. ഇങ്ങനെയാണ് ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വെക്ടർ സ്പേസിലെ ബേസിസിലെ എലമെൻസിൻ്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻ ഓഫ് V. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ എന്തായിരിക്കും? 2. ഡയമെൻഷൻ ഓഫ് r³ 3. ഡയമെൻഷൻ ഓഫ് r⁴n n. നോക്കിക്കേ, പക്ഷേ എല്ലാ കേസിലും ഡയമെൻഷൻ ഫൈനൈറ്റ് ആകണമെന്നില്ല. അതിനാണ് അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. പോളിനോമിയൽസ് എടുത്തു. പോളിനോമിയൽസ് എടുത്താൽ പോളിനോമിയലിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് 1 x x² എക്സെട്ര x⁻n എക്സെട്ര. പോളിനോമിയലിൻ്റെ പവർ നമുക്ക് ഇന്നടത്ത് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ. സോ 1, x, x² പ്ലസ് എക്സെട്ര x⁻n പ്ലസ് എക്സെട്ര. അപ്പോൾ ഡയമെൻഷൻ എന്താണ്? ഫൈനൈറ്റ് അല്ല. അപ്പോൾ എല്ലാ കേസിലും ഡയമെൻഷൻ ഫൈനൈറ്റ് ആകണമെന്നില്ല. ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഡയമെൻഷൻ നമുക്ക് എഴുതാൻ പറ്റിയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് V ഈസ് ഐദർ ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, ദെൻ എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വെക്ടർ സ്പേസ് V ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ബേസിസ്. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ r³ എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് എടുത്തു. അതിനകത്ത് ഞാൻ 1 0 0യും 0 1 0യും എടുത്തു. ഈ 2 വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ അത് ബേസിസ് ആകുന്നുണ്ടോ? ഇല്ല. r³ 3 വെക്ടേഴ്സ് വേണം. ഏതാണ് ഇല്ലാത്തത്? 1 0 0യും 0 1 0യും ഉണ്ടെങ്കിൽ ഏതും കൂടെ വേണം? 0 0 1 കൂടെ വേണം. നിങ്ങൾക്ക് മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി അറിയത്തില്ലേ? അത് തന്നെ 1 0 0യും 0 0 1 0യും ലാസ്റ്റ് ഏത് വേണം? 0 0 1ഉം കൂടെ വേണം. അപ്പം അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ എ വെക്ടർ സ്പേസ് V can be extended to a basis by adding more vectors if necessary. ആവശ്യമുള്ള അത്രയും വെക്ടേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ എന്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റും? ബേസിസിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സ്പാനിങ് സെറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Any spanning set can be converted to a basis by deleting more vectors.
ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആഡിങ് മോർ വെക്റ്റേഴ്സ് ആണെങ്കിൽ സ്പാനിങ് സെറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഡിലീറ്റിംഗ് സം വെക്റ്റേഴ്സ്, അതിനകത്തുനിന്ന് സം വെക്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റാൻ പറ്റും, അതിനെ ബേസിസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പം ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ് ആൻഡ് മിനിമൽ സ്പാനിങ് സെറ്റുമാണ്. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിനെ മാക്സിമം ആഡ് ചെയ്ത് വലുതാക്കുകയാണ്, സ്പാനിങ് സെറ്റിനെ ഡിലീറ്റ് ചെയ്ത് ചെറുതാക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് എ ബേസിസ് ഈസ് എ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആസ് വെൽ ആസ് എ മിനിമൽ സ്പാനിങ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ ഒന്ന് ക്ലിയറായി തന്നെ മനസ്സിലാക്കണം എന്താണ് ബേസിസ്. ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ദാറ്റ് സ്പാൻ വിയെ സ്പാൻ ചെയ്യുന്നതുമായിരിക്കണം. ദെൻ ഒരു വെക്ടർ സ്പേസിന് ഒരു ബേസിസ് അല്ല ഉള്ളത്, മോർ ദാൻ വൺ ബേസിസ് ഉണ്ട്. പക്ഷേ ബേസിസിലെ എണ്ണം, നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ആ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഓഫ് വി ചില കേസിൽ എന്തായിരിക്കാം, ഫൈനൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കാം. അതുപോലെ തന്നെയാണ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനെ ആഡിങ് മോർ വെക്ടേഴ്സ് ആഡ് ചെയ്തിട്ട് ബേസിസ് ആകാം, സ്പാനിങ് സെറ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് വെക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്ത് എന്താക്കി മാറ്റാം, ബേസിസ് ആക്കി മാറ്റാം. സോ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റും മിനിമൽ സ്പാനിങ് സെറ്റുമാണ്. അടുത്തത് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഞാനിത് ടെക്സ്റ്റിനകത്ത് ഇത്രയും കാര്യമായി തന്നെ കിടക്കുന്നതാണ് ടെക്സ്റ്റായിട്ട് തന്നെ ഫോട്ടോ കോപ്പി എടുത്ത് തരുന്നത്. കാരണം ഇതെല്ലാം ഞാൻ ഇനി എഴുതി വരണമെങ്കിൽ ഒത്തിരി ലേറ്റ് ആകും. സോ ഓരോന്നും പറഞ്ഞു തരുന്നത് കൃത്യമായി നോക്കി നിങ്ങൾ നോട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് എഴുതിക്കോണം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഓൾ 2x2 മെട്രിസസ്. പ്രൂവ് ദാറ്റ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു 4. ഓൾ 2x2 മെട്രിക്സസ് ആണ് വെക്ടർ സ്പേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓൾ 2x2 മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു വെക്ടർ സ്പേസ് വി എന്ന് പറയുന്നതിലെ എലമെൻറ്റ് എങ്ങനെ വരും, എ ബി സി ഡി. 2x2 മെട്രിക്സ്, ഫസ്റ്റ് റോ എ ബി, സെക്കൻഡ് റോ സി ഡി. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു 4 ആണെന്ന് കാണിക്കാം. ഡയമെൻഷൻ ഓഫ് വി 4 ആണെന്ന് എങ്ങനെ കാണിക്കും, നമുക്കറിയാം എ ബി സി ഡി ആണെങ്കിൽ 2x2 മെട്രിക്സിനകത്ത് ഏതൊക്കെ വരും ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്, ഒന്ന് വരുന്നത് 1, ആദ്യത്തെ എലമെൻറ്റ് 1 ആക്കി ബാക്കിയെല്ലാം 0 0. അടുത്ത് രണ്ടാമത് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ് 1 ആക്കി 0 1 0 0 0 0 1 0 0 0 0 1. Any vector ABCD can be expressed as a linear combination of these one and it spans എന്തിനെ സ്പാൻ ചെയ്യും, ആർ സ്ക്വയറിനെ, അതായത് ആർ സ്ക്വയർ അല്ല 2x2 മെട്രിക്സിനെ സ്പാൻ ചെയ്യുന്നു. സോ ദ ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു 4. അത്രയും മാത്രം എഴുതിയാൽ മതി. എന്താണ് ഇത്, എന്താകുന്നുണ്ട്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഈ എസ് എന്ന് പറയുന്ന സെറ്റ്, നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഈ എസ് എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി എഴുതാനുള്ള ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. 1 0 0 1 എന്നുള്ള ആ ഫോം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഏത് വെക്ടർ ഇതെടുത്താലും ഇതെന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അത് എന്തിനെ സ്പാൻ ചെയ്യും, 2x2 മെട്രിക്സിനെ സ്പാൻ ചെയ്യും. സോ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. ഇനി അടുത്തത് കുറച്ച് റിസൾട്ടുകളാണ്. W എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡയമെൻഷൻ ഓഫ് വി ആകും. ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W എപ്പോഴും ഡയമെൻഷൻ ഓഫ് വിയേക്കാൾ ചെറുതായിരിക്കും. അതർവൈസ് ഡയമെൻഷൻ ഓഫ് W ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W ഒന്നുകിൽ ഡയമെൻഷൻ ഓഫ് വിയേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ വിയുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനാണ് ഉള്ളത്. ഇനി അടുത്തത് W1ഉം W2ഉം ഫൈനൈറ്റ് ഡയമെൻഷണൽ സബ്സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് വി. ഒരു വെക്ടർ സ്പേസ് വിയിലെ രണ്ട് സബ്സ്പേസുകൾ W1ഉം W2ഉം അത് ഫൈനൈറ്റ് ഡയമെൻഷനാണെന്ന് വിചാരിക്കുക. ഡയമെൻഷൻ ഓഫ് W1ഉം ഡയമെൻഷൻ ഓഫ് W2ഉം ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു റിസൾട്ട് എഴുതാൻ പറ്റും. ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു, രണ്ടാമത്തെ റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2. നോട്ടിൽ എഴുതി വെക്കേണ്ട റിസൾട്ടാണ്. ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 മൈനസ് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2. അങ്ങനെയാണെങ്കിൽ അടുത്തത് ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഓൾ 2x2 മെട്രിസസ്. ലെറ്റ് W ബി ദ സബ്സെറ്റ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻസ് ഓൾ 2x2 സിമെട്രിക് മെട്രിസസ്. ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് W. വി എന്ന് പറയുന്നത് എല്ലാ 2x2 മെട്രിക്സ് ആണ്, പക്ഷേ W എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് മാത്രമാണ്. 2x2 സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W എങ്ങനെ കണ്ടുപിടിക്കും? സിമെട്രിക് മെട്രിക്സിൻ്റെ ഫോം ആദ്യം എഴുതാൻ പഠിക്കണം. എങ്ങനെയാണ് സിമെട്രിക് മെട്രിക്സ്?
എ ബി ബി സി ഈ ഫോമാണ്. സിമെട്രിക് മെട്രിക്സിൻ്റെ ഫോം എന്താണ്? എ ബി ബി സി ഈ കിടക്കുന്ന ഫോമാണ് സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ആ സിമെട്രിക് മെട്രിക്സിനകത്ത് എ ബി ബി സി ആകുമ്പോൾ ഒന്ന് പറയാമോ എങ്ങനെ വരും? എയ്ക്ക് 1 കൊടുക്കാം. എയ്ക്ക് 1 കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം 0 ആക്കുക. പിന്നെ എന്ത് വേണം? ബിക്ക് 1 കൊടുക്കാം. ബിക്ക് 1 കൊടുക്കുമ്പം എയും സിയും 0 ആക്കിയാൽ മതി. അപ്പോൾ 0 1 1 0. അടുത്തത് സിക്ക് 1 കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം 0 ആകുക. അപ്പോൾ എത്ര എണ്ണേ വരുള്ളൂ? 3 എണ്ണേ വരുള്ളൂ. കണ്ടോ? എയ്ക്ക് 1 കൊടുത്തു, പിന്നെ ബിക്ക് 1 കൊടുത്തു, പിന്നെ സിക്ക് 1 കൊടുത്തു, ബാക്കിയെല്ലാം 0. ഫോം എ ബേസിസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഏത് വെക്ടറിനെ, ഡബ്ല്യൂയിലെ ഏത് മെട്രിക്സിനെ വേണമെങ്കിലും എഴുതാൻ പറ്റുകയും ചെയ്യും. സോ ഇറ്റ് ഫോം എ ബേസിസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ റീസണോട് എഴുതിയേക്കണം. ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇറ്റ് സ്പാൻ all symmetric matrices, all 2x2 symmetric matrices. So it forms a basis and dimension of W equal to 3. അങ്ങനെ dimension of W എന്തായി മാറും? 3 ആയിട്ട് മാറും. ഇനി അടുത്തത് പറയുന്നത് let V be vector space of all 2x2 matrices and let W1 be the set of all matrices of the form x minus x, y, z and W2 be the set of all matrices of the form A, B minus AC. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് W1 ആൻഡ് W2 ആർ സബ്സ്പേസ് ഓഫ് വി. സബ്സ്പേസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഒന്ന് 0 മെട്രിക്സ് ഉണ്ടെന്ന് നോക്കുക, പിന്നെ യുവും വിയും എടുത്ത് ആൽഫ യു പ്ലസ് വി ഉണ്ടെന്ന് കാണിക്കുക. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്തോണം. അടുത്തത് ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് W1, W2, W1 പ്ലസ് W2, W1 ഇൻ്റർസെക്ഷൻ W2 ആൻഡ് വെരിഫൈ ദ റിസൾട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? W1 തന്നിട്ടുണ്ട് x മൈനസ് എക്സ് വൈ ഇസഡ്. അങ്ങനെയാണെങ്കിൽ W1ൻ്റെ ബേസിസ് ഏതൊക്കെ വരും? ആദ്യം എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0 0യും, അടുത്ത വൈക്ക് കൊടുക്കുമ്പോൾ 0 0 1 0യും, ഇസഡിന് കൊടുക്കുമ്പോൾ 0 0 0 1ഉം. അപ്പോൾ 3 എണ്ണേ വരുള്ളൂ. സോ ഡയമെൻഷൻ ഓഫ് W1 3, അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് W2ഉം 3. ഇനി എന്താണ് W1 പ്ലസ് W2 വരുന്നത്? നിങ്ങൾ ആ മെട്രിക്സ് വെറുതെ ആഡ് ചെയ്താൽ മതി. എക്സ് പ്ലസ് എ മൈനസ് എക്സ് പ്ലസ് ബി, വൈ മൈനസ് എ, ഇസഡ് പ്ലസ് സി. അതായത് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് തന്നെയാണ് എന്ത് വരുന്നത്? W1 പ്ലസ് W2 ആയിട്ട് വരുന്നത്. ദെൻ W1 ഇൻ്റർസെക്ഷൻ W2 എന്ത് വരും? W1 ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ എക്സ് മൈനസ് എക്സ്, ആ കോളം വരുന്നത് എക്സ് മൈനസ് എക്സ് തന്നെ സി അല്ലെങ്കിൽ ഇസഡ്. അതായത് ആ മെട്രിക്സിനകത്തെ 3 എണ്ണം ഈക്വൽ ആയിരിക്കും. ഒന്ന് ഫസ്റ്റ് റോയിൽ എക്സ് മൈനസ് എക്സ്, സെക്കൻഡ് റോയിൽ വരുമ്പം മൈനസ് എക്സ് ഇസഡ്. അങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും വരുന്നത് ഡയമെൻഷൻ ഓഫ് W1 ഇൻ്റർസെക്ഷൻ W2. അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചു തരാം. നോക്കിക്കേ, ആദ്യം പറയുന്നത് 1 മൈനസ് 1. ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സിനും വൈക്കും ഇസഡിനും 1 കൊടുത്തിട്ട് എഴുതി. സോ ദീസ് ഫോം എ ബേസിസ്. സോ ഡയമെൻഷൻ ഓഫ് W1 ഈക്വൽ ടു 3 എന്ന് എഴുതാം. സിമിലർലി ഡയമെൻഷൻ ഓഫ് W2ഉം 3 ആണ്. പക്ഷേ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് W1ഉം ഡയമെൻഷൻ ഓഫ് W2ഉം 3 ആണ്. പക്ഷേ W1 പ്ലസ് W2 എന്താണ്? സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് വരുമ്പോൾ ഏത് വരും? 1 0 0 1 0 1 0 0 ഈ ജനറൽ ഫോമാണ് വരുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 എന്താവും? 4 ആണ്. പക്ഷേ അടുത്തത് W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറഞ്ഞാൽ കണ്ടോ? എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് വൈ, എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് വൈ എന്നുള്ള ഫോമാണ് വരുന്നത്. അപ്പോൾ എക്സിന് കൊടുക്കുമ്പം തന്നെ 1 മൈനസ് 1 മൈനസ് 1 0യും, വൈക്ക് കൊടുക്കുമ്പം ലാസ്റ്റ് എല്ലാം 0 കഴിഞ്ഞ് ലാസ്റ്റ് 1ഉം. അപ്പോൾ എന്താണ് വരുന്നത്? W1 ഇൻ്റർസെക്ഷൻ W2ൻ്റെ 2ഉമാണ്. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യലേ? കാരണം W1 പ്ലസ് W2ൻ്റെ ഡയമെൻഷൻ 4 ആണ്, W1ൻ്റെ ഡയമെൻഷൻ 3 ആണ്, W2ൻ്റെ ഡയമെൻഷൻ 3 ആണ്. 3 + 3 6 മൈനസ് 2 4 കിട്ടുമല്ലോ. സോ ദ റിസൾട്ട് വെരിഫൈ ചെയ്യലേ, പ്രൂവ് ചെയ്യാൻ കാണിക്കാൻ പറ്റുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് V എന്ന് പറയുന്നത് r⁴ എടുത്തു. W എന്ന് പറയുന്നത് സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ദീസ് വെക്ടേഴ്സ്, ഈ വെക്ടർ മൂലം ജനറേറ്റ് ചെയ്യുന്നതാണെന്ന് എടുത്തു. അതായത് ജനറേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ സ്പാനിങ് ആണ്, ജനറേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് Wയും ബേസിസും കണ്ടുപിടിക്കണം. ബേസിസ് കണ്ടുപിടിച്ചാലേ ഡയമെൻഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിസ് എന്താണെന്നും അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നും എഴുതുക. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ W എന്ന് പറയുന്ന ആ സബ്സ്പേസിനെ, ആ വെക്ടേഴ്സിനെ റോ വെക്ടേഴ്സായിട്ട് ആദ്യം എഴുതുക. എ എന്ന് പറയുന്നതിനെ റോ വെക്ടേഴ്സായിട്ട് എഴുതുക. എ എന്ന് പറയുന്ന റോ വെക്ടേഴ്സായിട്ട് എഴുതുമ്പം എ എന്ന് പറയുന്ന ഒരു റോ വെക്ടറായിട്ട് എഴുതുമ്പം 1 മൈനസ് 2 5 മൈനസ് 3, സെക്കൻഡ് റോ 2 3 1 മൈനസ് 4, തേർഡ് റോ 3 8 മൈനസ് 3 മൈനസ് 5. എന്നിട്ട് അതിനെ എക്ലോൺ ഫോം വെച്ചിട്ട് നേരെ റോ ട്രാൻസ്ഫോർമേഷൻ വെച്ച് കൺവേർട്ട് ചെയ്ത് എഴുതുക. 1ൻ്റെ താഴെ 0 ആക്കി. സെക്കൻഡ് ടൈം 7 ആണ്. 7 അവിടെ നോൺ 0 ആയിട്ട് കിടക്കട്ടെ. അതിനെ 1 ആക്കാൻ പോയാൽ പാടാണ്. അതിൻ്റെ താഴെയുള്ളതിനെ 0 ആക്കി മാറ്റി. അപ്പോൾ
താഴെയുള്ളതിനെ 0 ആക്കിയപ്പോൾ നോക്കിയാൽ തേർഡ് റോ കംപ്ലീറ്റ് 0 ആയിപ്പോയി ആണല്ലോ. അപ്പോൾ തേർഡ് റോ കംപ്ലീറ്റ് 0 ആയിപ്പോയപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ 2 റോ മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണ്? നോൺ സീറോ വരുന്ന റോസ് ആണ്. അപ്പോൾ ഇവിടെ നോൺ സീറോ വന്ന റോസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്. കണ്ടോ, സ്പാനിങ് സെറ്റ് ആയിരുന്നു തന്നിരുന്നത്. സ്പാനിങ് സെറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വെക്ടർ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി മിച്ചം എന്തുകൊണ്ട് വന്നേക്കുന്നത്? ദസ് എന്താണ് വരുന്നത്? The rows 1, -2, 5, -3 and 0, 7, -9, 2 are linearly independent എന്ന് കിട്ടി. അപ്പം ബേസിസ് എന്താണ്? സോ ബേസിസ് ഈസ് 1, -2, 5, -3, സെറ്റായിട്ട് എഴുതണം കേട്ടോ. ഇതിനകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. സോ ബേസിസ് ഓഫ് W ഈക്വൽ ടു സെറ്റ് 1, -2, 5, -3 ആൻഡ് 0, 7, -9, 2 അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഡയമെൻഷൻ ഓഫ് W എത്രയാണ്? 2 ആണ്. ഇനി അത് കഴിഞ്ഞ് എന്താണ് ചോദിച്ചേക്കുന്നത്? എക്സ്റ്റെൻഡ് ദ ബേസിസ് ഓഫ് W ടു r⁴ ബേസിസ് ആയിട്ട് ഈ ഡബ്ല്യൂയിലെ ബേസിസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കാമോ എന്ന്. എക്സ്റ്റെൻഡ് ചെയ്യാൻ എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞേക്കുന്നത് r⁴ അല്ലേ. r⁴ 4 വെക്ടർ വരണം ബേസിനകത്ത്. ഇവിടെ 2 വെക്ടറേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ 2 വെക്ടർ വന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് നോൺ സീറോ ആയി, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് നോൺ സീറോ ആയി. അപ്പോൾ തേർഡ് എലമെൻറ്റ് നോൺ സീറോ ആക്കാൻ 0, 0, 1, 0യും അതുപോലെ തന്നെ 0, 0, 1ഉം കൂടി ആഡ് ചെയ്താൽ മതി. ഈ 2 വെക്ടേഴ്സും കൂടി ആഡ് ചെയ്താൽ എന്തായിക്കോളത്? r⁴ ബേസിസ് ആയിട്ട് ഫോം ചെയ്തോളും. അപ്പോൾ r⁴ ബേസിസിനകത്ത് ഏതൊക്കെ വരും? 0, 0, 1, 0യും 0, 0, 1ഉം കൂടെ വരും. ഓക്കെ, ഇനി അടുത്തത് ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് ഡു നോട്ട് ഫോം എ ബേസിസ്. ഒരു ബേസിസ് ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അടുത്തത്. ബേസിസ് ആയിട്ട് മാറുന്നില്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? അതിനെ റോ വെക്ടേഴ്സായിട്ട് ഞാൻ എഴുതി. ആ റോ വെക്ടേഴ്സിനെ കൺവേർട്ട് ചെയ്തു. റോ വെക്ടേഴ്സിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് വരും? റോ വെക്ടേഴ്സിനെ കൺവേർട്ട് ചെയ്ത് ഞാൻ എക്ലോൺ ഫോമിലാക്കിയപ്പോഴത്തേക്കും ലാസ്റ്റ് റോ 0 ആയി മാറി. കണ്ടോ, റോ വെക്ടേഴ്സിനെ കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും 0 ആയി മാറി. പക്ഷേ r⁴ എത്ര വെക്ടേഴ്സ് വേണം? 4 എണ്ണം വേണം. ഇവിടെ എത്ര എണ്ണേ വന്നുള്ളൂ? 3 എണ്ണേ വന്നുള്ളൂ. 3 എണ്ണം വന്നാൽ മതിയോ? ഇല്ല. സോ ഇറ്റ്സ് നോട്ട് എ ബേസിസ്. അതൊരു ബേസിസ് ആയിട്ട് മാറത്തില്ല. അപ്പോൾ അത്രയും ഒന്ന് പഠിച്ചു വെക്കുക. അത്രയും വരെ നോട്ടിലൊന്ന് എഴുതി വെക്കുക. ബാക്കി ഈ ലാസ്റ്റ് കിടക്കുന്നത് വേണ്ട. ലാസ്റ്റ് കിടക്കുന്നത് ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിലായിട്ട് എടുത്തു തരാം. അപ്പോൾ ഇത്രയും വരെ ഒന്ന് എഴുതി വെക്കുക. എന്താണ് ബേസിസ്, എന്താണ് ഡയമെൻഷൻ, എന്തൊക്കെയാണ് ബേസിസ് ആയിട്ട് വരുന്നത്. ഒരു വെക്ടർ സ്പേസിന് മോർ ദാൻ 1 ബേസിസ് ഉണ്ട്. പക്ഷേ നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് W1 + W2ൻ്റെ റിസൾട്ട്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നോട്ടിലേക്ക് എഴുതി ഓരോന്നും ആൻസർ ചെയ്യുക.